ഇവരെ വെറുപ്പിക്കുകയല്ല, കൂടെ നിർത്തുക. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവരുടെ സമരത്തിന് അഭിവാദ്യം. സഖാക്കളെ, സാമൂഹ്യ പ്രവർത്തകരെ, ദീർഘമായൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമാണ് കാര്യം. 2018 ഇവർക്ക് ഒരു പേ റിവിഷൻ വന്നു. അതിനു മുമ്പ് റിവിഷൻ എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഫാദർ അഗസ്റ്റിൻ കട്ടോളി പറഞ്ഞതുപോലെ ഒരു ക്രമവുമില്ലാതെ തോന്നിയ പോലെ ശമ്പളം കൊടുത്തിരുന്ന സ്വകാര്യ ആശുപത്രികളിൽ ഒരു സ്കെയിൽ വരുന്നു. അവർക്ക് 2018 ഒരു റിവിഷൻ വരുന്നു. 3 വർഷത്തിനകം അടുത്ത റിവിഷൻ വരുമെന്നാണ് ഇവരോട് പറഞ്ഞത്. 2021 ഒന്നും വന്നില്ല, 2024 വന്നില്ല, ഇപ്പൊ 2026 എന്ന് പറഞ്ഞാൽ റിവിഷൻ വന്നിട്ട് 8 വർഷമായി. 8 വർഷം കൊണ്ട് കേരളീയ സമൂഹത്തിലുണ്ടായ വിലക്കയറ്റം, ജീവിത ചെലവിലെ വർധന വളരെ ലളിതമാണ്. ഇതിൽ വലിയ മാത്തമാറ്റിക്സ് ഒന്നും ആവശ്യമില്ല. ആ 8 വർഷത്തിനിടയ്ക്ക് 2023 ചെറിയൊരു ഇടക്കാലാശ്വാസം കൊടുക്കുന്നു. അത് കൊടുത്തിട്ട് പോലും 3 വർഷമായി. അതുകൊണ്ട് തന്നെ ഇവരുടെ സമരം വളരെ ന്യായമാണ് എന്ന് ആർക്കും മനസ്സിലാവും. ജീവിതത്തിൽ മറ്റേത് തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ റിസ്ക്കും ഏറ്റവും കൂടുതൽ ക്ഷീണവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു തൊഴിലാണ് നഴ്സിന്റെ ജോലി എന്ന് നമുക്ക് ആർക്കും അറിയാം. അത് ആശുപത്രിയിൽ പോയിട്ടുള്ള ആരോടും അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട. അത്ര റിസ്ക്കുള്ള, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത ആ വിഭാഗം അവരാത്മാർത്ഥമായി ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഭാഗത്ത് വീഴ്ച വന്നാൽ സ്ഥാപനമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത ശമ്പളം പരിഷ്കരണമോ സർക്കാർ ഉത്തരവോ മിനിമം വേജോ എന്തുവേണ്ടി വരട്ടെ, അതുവരെ അവർക്ക് ന്യായമായി ജീവിക്കാൻ വേണ്ട വേതനം കൊടുക്കണം. ഇവിടെ പറഞ്ഞു ഇനി 3 ആശുപത്രികളെ കേരളത്തിൽ അങ്ങനെ ഉള്ളൂ, ബാക്കി എല്ലാവരും കൊടുത്തു. വിവിധ മതവിഭാഗങ്ങളുടെ, വിവിധ മാനേജ്മെന്റുകളുടെ, കോർപ്പറേറ്റുകളുടെ വരെ കൊടുത്തു, ആസ്റ്റർ വരെ കൊടുത്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ വിഷമം? ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം ബഹുമാനപ്പെട്ട രൂപതാധികൃതരും വൈദികരും മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമായ കാര്യം. ഇവരെ കൂടെ നിർത്തുന്നതാണ് നിങ്ങളുടെ ആത്മീയത. ഇവരെ വെറുപ്പിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെ കൂടെ നിർത്തിക്കൊണ്ട്, ഇവരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഞങ്ങളൊരു ടീമാണ് എന്ന് പറയുന്നതിലാണ് ആത്മീയത. അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കൂടെ നിന്ന് യേശുക്രിസ്തുവിന്റെ പേരിൽ ഒരു ഉയർന്നു വന്നിട്ടുള്ള ഒരു സഭ. എന്റെ ഫാദർ പറഞ്ഞതുപോലെ ഒരുപാട് ജനകീയ സമരങ്ങളിൽ, മൂലപ്പള്ളി സമരത്തിലും അതുപോലെ ഫ്രാങ്കോ സമരത്തിലും ഒക്കെ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ളവരാണ് ഈ രൂപതയിലും ഒരുപാട് പുരോഹിതർ. അതുകൊണ്ട് തീർച്ചയായും അവരുടെ സമരത്തോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാവും. പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ ഈ സമരം വിജയിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിലെ വിജയ പരാജയങ്ങളുടെ ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ ഇതിനെ കാണരുത് എന്ന് രൂപതയിലെ അധികാരികളോട് ഞങ്ങൾ പറയുകയാണ്. കാരണം നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടവരാണ്. ഇവരെ വെറുപ്പിക്കുകയല്ല, കൂടെ നിർത്തുക. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവരുടെ സമരത്തിന് അഭിവാദ്യം.